മുഹമ്മദ് എന്ന് പറയുന്ന നിങ്ങളൊക്കെ അല്ലമീൻ എന്ന് വിളിച്ച് കൊണ്ടു നടന്ന ആ അബ്ദുള്ളയുടെ മകനെ ഇന്ന് പ്രവാചകനായവർ കൊണ്ടു നടക്കുകയാണ്. എന്തു പറ്റിപ്പോയി അടിമകൾക്ക്? ഇവിടെ തലയ്ക്ക് ഭ്രാന്താണോ? അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് നമ്മളല്ലേ? അവർക്ക് ചിലവ് കൊടുക്കുന്നത് നമ്മളല്ലേ? നമ്മളില്ലെങ്കിൽ അവരുണ്ടോ? ആ അടിമകൾ എന്തിനാണ് ആ മുഹമ്മദിൻ്റെ ഭ്രാന്തൻ്റെ വാക്കുകൾ കേൾക്കാൻ പോയത്? ആകെ കലി പൂണ്ടിട്ടാണ് ഉമയ്യത്ത് സംസാരിച്ചത്. ബാക്കിയുള്ള ഓരോരുത്തരും പറഞ്ഞു, ഞാനും അറിഞ്ഞു ചില അടിമകൾ അങ്ങനെ പോയി എന്ന്. അവരെന്താണ് പറയുന്നത് ചോദിച്ചു. ഉമയ്യത്ത് പറഞ്ഞു, അടിമയും ഉടമയും ഇല്ല എന്നാണ് അവർ പറയുന്നത്. മനുഷ്യനെ അടിമയാക്കാൻ അള്ളാഹു അനുവാദം കൊടുക്കുന്നില്ല പോലും. ഞങ്ങളും അവരും തുല്യമാണെന്ന് പോലും. എൻ്റെ അടിമയായ കറുത്ത ബിലാലും ഞാനും എങ്ങനെയാണ് തുല്യനാകുന്നത്? ഞാൻ സുന്ദരനല്ലേ? ഞാൻ പണമുള്ളവനല്ലേ? എനിക്കൊരുപാട് തോട്ടങ്ങളും മാളികകളുമില്ലേ? ഞാൻ എങ്ങനെയാണ് ഒന്നിനും കഴിവില്ലാത്ത എൻ്റെ ഒട്ടകത്തിൻ്റെ കാഷ്ടമെടുക്കുന്ന ബിലാലിൻ്റെ ഒരുപോലെയാകുന്നത്? എങ്ങനെയാണ്? എന്താണ് അവർ പുലമ്പുന്നത്? സഹിക്കാൻ കഴിയുന്നില്ല. ഓരോ മനുഷ്യർ, ഓരോ സഹാബികൾ ഇസ്ലാമിക ചരിത്രത്തിൽ തിളങ്ങി നിൽക്കുന്നതിന് പിന്നിൽ ഇതുപോലെ ഒരുപാട് കണ്ണീരിൻ്റെ ചരിത്രങ്ങളുണ്ട്. വെറുതെയല്ല അവരുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്നിങ്ങനെ പറയാൻ നിങ്ങളോട് പറഞ്ഞത്. അള്ളാഹു ആ മഹാന്മാരെ ഇഷ്ടപ്പെടാൻ തൗഫീക്ക് തരട്ടെ.